ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളെ വീഡിയോ ക്യാമിങ് വീഡിയോ ഒന്നല്ല, നമ്മുടെ സൽമാനെ ഒന്ന് ട്രെയിൻ എടുക്കണം. അതായത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് ഒന്നും അറിയില്ല. നമ്മളോട് പറഞ്ഞു തന്ന കാര്യങ്ങളും പിന്നെ അവരോട് വിളിച്ചു ചോദിച്ചിട്ടുള്ള കാര്യങ്ങളും വീഡിയോ കോൾ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ഒന്ന് ചെയ്തു നോക്കാം. അവർ പറഞ്ഞത് ആദ്യം ചെയ്യാൻ കുറച്ച് പണിയാണ്, പിന്നെ അങ്ങ് ചെയ്തോളുന്നാ പറയണ കേട്ടോ. അപ്പൊ നമ്മള് ഇതിനെ ഒരു വടി വെച്ചിട്ട് ഇങ്ങനെ അടിക്കണം. ഒരു വടീന്റെ മേളിൽ ഒരു കയറ് കെട്ടിയിട്ട് ഇങ്ങനെ ആക്കി ഇതാക്കണം, പേടിപ്പിക്കണം. അപ്പൊ അതിനെ അടിക്കൊന്നല്ല, അപ്പൊ അങ്ങനെ പേടിപ്പിച്ച് റെഡിയാക്കി എടുക്കണം, എന്നാലേ നമ്മുടെ കൂടെ ഇത് വരുള്ളൂ. പിന്നെ ആള് വേറെ ശല്യക്കാരനൊന്നുമല്ല, പക്ഷെ വടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ രണ്ട് കൈയും പൊക്കി വരുന്ന ഒരു ശീലമുണ്ട്. അതുപോലെ ചവിട്ടുന്ന ശീലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇതിനെ ചെയ്യിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് ഇതിനെ കൊണ്ട് ഒന്ന് കുറച്ച് ആദ്യം ഫുഡ് കൊടുത്തിട്ടേ, നമുക്ക് ആ ഗോതമ്പിന്റെ തവിടിന്റെ ഫുഡ് ഉണ്ട്, പുട്ടുപൊടി പോലെ ആക്കിയിട്ട് അത് കൊടുത്തിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം അല്ലെ. ആദ്യം ഫുഡ് കൊടുക്കട്ടെ. ഗോതമ്പിന്റെ തവിടാണ് ഇതിന് കൊടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ നനച്ച് ഒരു പുട്ടുപൊടി പോലെ ആക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഒരു ചെറിയൊരു നനവ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ അധികം വെള്ളമില്ലാണ്ട് അങ്ങനെയാണ് കൊടുക്കുന്നത്. അതിപ്പോ അതിന്റെ മേളിൽ അങ്ങോട്ട് കയറി അതിനെന്തായാലും ഇങ്ങോട്ട് ഇറക്കി കൊടുക്കാം അല്ലെ. Bah, bah. Nah, bah, bah, bah. Nah, bah, bah. Bah. Bah, bah. Bah. Bah, bah. Nah, nah. Nah. കളയാതെ തന്നെ ഒരു ഉരുള വാരിത്തരാം. ഉരുളയാക്കിട്ടാ കൊടുക്കണ കേട്ടാ, അല്ലാണ്ട് തിന്നും. ഞാൻ ചുമ്മാ കൊടുക്കണേ ഉള്ളൂ. എന്തായാലും ഇനി ഫുഡൊക്കെ കഴിച്ച് 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വെള്ളമൊക്കെ കൊടുത്ത് എന്നിട്ട് നമുക്ക് പതുക്കെ ഇവിടെ ഒരു കുറ്റി അടിച്ചിട്ടുണ്ട് നടുക്ക്, അപ്പൊ അതിനകത്ത് കെട്ടിയിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യിക്കാം. നോക്കാട്ടാ, നമുക്ക് ചെയ്തിട്ട് പരിചയമൊന്നുമില്ല. അവർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളും എല്ലാം വെച്ച് നമ്മുടെ കയ്യിൽ നിൽക്കുമോ നോക്കാം. പിന്നെ ഇതിന്റെ പുറത്ത് കുറച്ച് നമുക്ക് കയറിയിരുന്ന് പോകാനുള്ള അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് അല്ല, ആ ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ചാടി കയറാനൊന്നും പറ്റില്ല. ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിൽക്കല ഓടി തരം മറിച്ചിട്ട് പോകാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതിന് മേളിൽ കുറേശ്ശെ വെയിറ്റ് ഇങ്ങനെ വെച്ച് ഒന്നിങ്ങനെ നടത്തി അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. എന്തായാലും ഫുഡ് കഴിച്ചൊന്ന് സെറ്റ് ആവട്ടെ. അപ്പൊ വെള്ളം കൂടി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സാധനം അതിന്റെ വായിൽ കയറ്റി വെക്കണം, ബിറ്റ്. ഇതുണ്ടോ, ഇതിങ്ങനെ കയറ്റി വെക്കണം, ഇങ്ങനെ കയറ്റി വെക്കണം. അപ്പൊ അതിന് നോക്കട്ടെ, നമ്മൾ ആദ്യമായിട്ട് ട്രെയിൻ ചെയ്യാണ്. ഇടാൻ പറ്റുമോ കയറാൻ പറ്റുമോ എന്നൊക്കെ നോക്കട്ടെ. വാ സൽമാ, വാ 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 വാ. അവിടെ വെള്ളപ്പാത്രം അങ്ങോട്ട് മാറ്റി വെക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പോഴേ പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ വിറ്റ് കയറ്റിയിടുകയാണ്. നമ്മൾ ആദ്യമായിട്ട് വിറ്റ് കയറ്റിയിടുകയാണ്. നമ്മളെ കയ്യിൽ നിൽക്കോ ഓടുവോ എന്നൊന്നും അറിയില്ല കേട്ടാ. Selma.
സൽമ എന്തായാലും ബിറ്റ് കയറ്റി. ആ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞ്. ഉരുള ഇത് വലിയ ചടങ്ങ് തന്നെയാ കേട്ടോ. വിടോ. ബിറ്റും കയറി, ആ കയറും കയറി. ഓക്കെ. അപ്പൊ എന്തായാലും ബിറ്റ് നമ്മൾ ഇട്ടു കേട്ടോ. ഈ ബിറ്റിടലൊക്കെ നമുക്കൊരു ഭയങ്കര ചടങ്ങാണ്. എന്താ വെച്ചാല് നമ്മളിതൊക്കെ ആദ്യമായിട്ടല്ലേ. ഇനി നമ്മൾ പിടിച്ചാൽ നമ്മൾ പിടിച്ചെടുത്ത് വരുന്ന പറയണേ സൽമ അല്ലേ? സൽമ ഇനി നമ്മള് ഈ കയറൊന്ന് ചുരുക്കി കെട്ടിയിട്ട് നമ്മൾ ആ കുറ്റിയിൽ ഒന്ന് വെച്ച് 2 റൗണ്ട് അടിക്കാം. എന്നിട്ട് നമുക്ക് ചാക്കിൽ കുറച്ച് വെയിറ്റ് വെച്ചിട്ട് ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യിക്കാം. ഓക്കെ, എന്തായാലും ഈ ഭാഗം വരെ സക്സസ് ആയി. ഇത് ഇടാനാണ് കുറച്ച് പാട്. ഗുഡ് ബോയ്, 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 ഗുഡ് ബോയ് അല്ലല്ലേ, ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. ബോയ് അല്ല. നമ്മൾ ആദ്യം കുറ്റിയിൽ കെട്ടുന്നതിന് മുമ്പ് നമുക്ക് ഈ ബിറ്റ് പിടിച്ചിട്ടൊന്ന് നടന്നു നോക്കാം കേട്ടോ, വരുമെന്നുള്ളത്. വാ സൽമാ, വാ 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 വാ. ആ വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. വാ 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 വാ. ആ അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ചവിട്ടണ പരിപാടി അങ്ങനെയുള്ളതൊന്നും വേണ്ട സൽമാ. സൽമാ വടി ഉണ്ട് കേട്ടാ. ആ അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട സൽമാ. ബാ 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 ബാ. വടി എടുക്കുമ്പോ നമുക്കെന്തായാലേ നടത്തിക്കുന്നതിന് മുമ്പേ നമുക്ക് കയറിട്ടിട്ട് ഒരു റൗണ്ട് അടിപ്പിക്കാം അല്ലേ? അതേ നടക്കുള്ളൂ. വാ, ഇവിടെ കയറ് കെട്ടിയിട്ടേ ഒരു റൗണ്ട് ഓടാൻ പറയാം. ഇല്ലെങ്കിൽ നല്ല അടിയും കിട്ടൂട്ടോ. അപ്പൊ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ കിറ്റിയിൽ കെട്ടിട്ടിട്ട് 2 റൗണ്ട് ഓടിച്ച് ഇതാക്കണം. അതൊക്കെ ഈ പരിശീലനത്തിന്റെ ഒരു ഭാഗമാണ്. എന്തായാലും ഞാനിതിനെ റൗണ്ട് അടിക്കാം കേട്ടോ. Hi, wow. Good boy. Hi, good girl, good girl.
നമ്മൾ ഇങ്ങനെ ഓരോ റൗണ്ട് ചെയ്തു, അത് അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇതിനൊന്ന് തടവി ഗുഡ്ഗേൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സെറ്റ് ആവുന്ന പറയണത്. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞത് അനുസരിച്ചു. ഇനി ഒന്നും കൂടി ഓടാനുള്ള പരിപാടിയാണ്. നമ്മൾ ഈ വടി വെച്ച് അടിക്കണമൊന്നുമില്ല കേട്ടോ, നമ്മൾ ഈ വടി വെച്ചൊന്ന് പേടിപ്പിക്കുകയാണ് അതിനെ. ഗുഡ് 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 ഗുഡ്. Good, 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 good girl, good girl, good girl, good girl, good girl. Good. Ini, ini pakai diri. Oh side, asik. Side. Ini side diri pa. Ini po. Ini side. Bah, bah. ഓടും ഓടും. എന്താ ഒരു സൈഡ് നല്ലോണം വന്നു. ആ സൈഡ് ഇങ്ങനെ തിരിഞ്ഞപ്പോ ഇങ്ങനെ തിരിയേന്ന്. എന്താണ് പറഞ്ഞാ കേൾക്ക, അല്ലെങ്കിൽ അടി കിട്ടും അല്ലേ? ഈ സൈഡ് പോ. ഈ സൈഡ് പോ. സൽമാ 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 സൽമാ. കുറച്ചു നേരം കൂടി ചെയ്യിക്കാട്ടോ. ഇപ്പൊ വെയിലായി തുടങ്ങി. രാവിലെ ഫുഡും വെള്ളമൊക്കെ കൊടുത്തതാണ്. പിന്നെ നമുക്ക് ഇനി ചെയ്യാനുള്ളത്, നമ്മൾ ആ രണ്ട് സൈഡ് നമുക്ക് ലോഡാണല്ലോ ഇനി മെയിൻ ആയിട്ട് കയറ്റേണ്ടത്. ഇതിന് മേളില് ലോഡ് കയറ്റുമ്പോ ലോഡ് കയറ്റുക പറഞ്ഞാൽ വലിയതൊന്നുമില്ല. നമ്മുടെ ബാഗിൽ കുറച്ച് സാധനങ്ങളും പിന്നെ ടെന്റും അല്ലേ ഉള്ളൂ. അപ്പൊ ആ ഏകദേശം ഒരു 10-20 കിലോ 25 കിലോ ഒക്കെ വെയിറ്റ് ഉള്ള ഒരു ചാക്കില് രണ്ട് സൈഡിൽ മണ്ണ് നിറച്ചിട്ട് മൊത്തത്തിൽ 25 കിലോ ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ കൊണ്ടൊന്ന് ഓടിച്ചു നോക്കാം. എന്താ വെച്ചാൽ ഈ ചാക്ക് വെക്കുമ്പോൾ ഇത് ചാടി പോകണ്ടോ അല്ലെങ്കിൽ ഓടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട്. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. സൽമാ ഇടക്ക് ഇതാണ് ഏകദേശം 25 കിലോ വെയിറ്റ് ഉള്ള ചാക്കാണ്. അപ്പൊ ഇനി ഇതിനെ വെച്ചോണ്ട് നമുക്കൊന്ന് ഒരു റൗണ്ട് അടിക്കണം. ഇനി കൈ പിടിച്ചിട്ട് പോയി നോക്കിയാലോ. സൽമാ ഇത് വെക്കുമ്പോ ഒരു ചെറിയ ചാട്ടമൊക്കെ ഉണ്ട്. ആ ചാട്ടം പേടി മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെക്കണത് കേട്ടോ. അപ്പൊ എന്തായാലും ആ ഒരു കാര്യം ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. നമുക്കിതിനൊന്ന് ലഗേജ് വെച്ചൊന്ന് നടത്തി നോക്കിയാലോ എന്ന് ആലോചിക്കണം. അപ്പൊ എന്തായാലും ഞാൻ കുറച്ചിങ്ങോട്ട് ഇതിനെ കൊണ്ട് വന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ വീടിൻ്റെ അവിടെ നിന്നുള്ള ആ റോഡ് കൂടെ ഇതാ മെയിൻ റോഡാണിത്. മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമത്തിൻ്റെ ഒരു റോഡാണ്. ചെറിയ ബസ്സൊക്കെ പോകുന്ന റോഡാണ്. അങ്ങോട്ട് വന്നു. എന്താ വെച്ചാൽ ഇതിനെ ഒന്ന് നടത്തി ഒന്ന് പരിചയമാണല്ലോ. ഞാനിത് ആ ചാക്ക് കെട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ നടത്തി
ഒന്ന് എക്സ്പീരിയൻസ് ആക്കിയതാണ്. ഇതിൻ്റെ വായിൽ ആ ബിറ്റ് ഉണ്ടായതുകൊണ്ട് തിന്നാനും പറ്റില്ല. അപ്പം ഇനി വേഗം കൊണ്ടുപോയിട്ട് തിന്നാൻ കൊടുക്കട്ടെ. സൽമ, കടയിൽ നിന്നൊരു കപ്പലണ്ടി മിഠായി എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം അല്ലേ, ഇവിടെ വരെ വന്നാലേ. സുരേട്ടാ ഒരു കടൽ മിഠായിയാ? സുരേട്ടാ ഒരു കടൽ മിഠായിയാ? എൻ്റെ കയ്യിൽ അഴുക്കാണേ. നോക്ക്, കടലയുടെ മിഠായി 1 രൂപൻ്റെ 2 രൂപൻ്റെ. സുരേട്ടൻ കടല മിഠായിൻ്റെ സൽമക്ക് തരികയല്ലേ? ആ സൽമയാണ്. അപ്പോൾ സൽമക്ക് കപ്പലണ്ടി മിഠായി ഒന്ന് കൊണ്ട് കൊടുത്തോട്ടെ. സൽമ, ബിറ്റ് ഉണ്ടായതുകൊണ്ട് തിന്നാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. നോക്കത് എന്തായാലും അങ്ങനെ ഇരുന്ന് തിന്നട്ടല്ലേ. 2 മിനിറ്റ്. ബിറ്റ് ഉണ്ടായതുകൊണ്ട് തിന്നാൻ പറ്റുന്ന കാര്യം സംശയമാണ്. നോക്കാം എന്തായാലും. ഇല്ല, ഞാനിപ്പോൾ അങ്ങ് പോവുകയും ചെയ്യും കേട്ടോ. എന്നെ കൂട്ടിയിട്ട് ഞാനൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൊണ്ടുവന്നു, നമ്മുടെ റോഡും ആളുകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മുടെ സൽമയെ കുറച്ച് നടത്തി എന്തായാലും കൊണ്ടുവന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മളെ കയ്യിൽ നിൽക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണിച്ചില്ല ഇതുവരെ. ഇനിയിപ്പോൾ ഈ ലഗേജ് അതാ ചാക്കിട്ടൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് ഫ്രീ ആക്കി തീറ്റയും വെള്ളമൊക്കെ കൊടുത്തൊന്നുകൂടി ഒന്ന് റീഫ്രഷ് ആക്കി എടുത്ത് അവിടെ കിടന്നോട്ടല്ലേ. ഇനി ബാക്കി നമുക്ക് നാളെ സെറ്റാക്കി എടുക്കാം. അങ്ങനെ കുറേശ്ശെ ഓരോ ദിവസം സെറ്റാക്കി എടുക്കണം, എന്നാലേ ഇപ്പോൾ സംഭവം സെറ്റായി വരുള്ളൂ. നമ്മുടെ സൽമയെ ഞാൻ ഫ്രീ ആക്കി. ഇനി നമുക്ക് എന്തായാലും പുല്ല് കൊടുക്കാൻ കുറച്ച് കെട്ടിയിടാം അങ്ങോട്ട്. ബാ, കാല് കൊടുങ്ങല്ലേ, ബാ ബാ ബാ. വിളിച്ചാലൊക്കെ കൂടെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും സംഭവമൊക്കെ നമ്മുടെ പ്രാക്ടീസ് സെറ്റാവുന്നുണ്ട്. നമ്മളൊരിക്കലും ഇതിനെ ബുദ്ധിമുട്ടിക്കുകയല്ല കേട്ടോ. ഇത് നമ്മളെ കൂടെയൊക്കെ വരണമെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം, എന്നാലേ നമ്മളെ കൂടെയൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് വരുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഈ കുതിരയെക്കുറിച്ച് അറിയുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയാം. ആദ്യം എനിക്കും അറിയില്ലായിരുന്നു ഇതിനെങ്ങനെയൊക്കെ ചെയ്യണോ എന്ന് വിചാരിച്ചു. ഒരു പാവം സാധു ആണല്ലോ എന്ന് വിചാരിച്ചത്. പക്ഷേ സംഭവം സാധുവൊക്കെ തന്നെ. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ഇത് നമ്മളെ കൂടെ നിൽക്കൂല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് 2 ദിവസത്തിനകം വീഡിയോ എടുക്കാൻ പോകാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും പുല്ല് ഉള്ളിടത്തൊന്ന് കെട്ടിയിടട്ടെ. ബാ ബാ, ഇനി കുറച്ച് വെള്ളമൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. ഞാനൊരു ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. നമ്മളെന്താ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ നമ്മളങ്ങനെ എടുത്തതാണ്. പിന്നെ ഇനി എന്തായാലും നമ്മുടെ ക്യാമ്പിംഗ് വീഡിയോ പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യണമായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നത് വയ്യായിരുന്നു, അതുകൊണ്ടൊക്കെയാണ് ക്യാമ്പിംഗ് വീഡിയോ ഒന്നും ഇല്ലാഞ്ഞത്. തീരെ വയ്യായിരുന്നു കേട്ടോ. എപ്പോഴും അവരിത് ശരിയായിട്ട് വന്നിട്ടില്ല, ഒരു ക്ഷീണം പോലെ ഉണ്ട്. അത് ശരിയാവും. ഞാനതിനെ ഉപദ്രവിച്ചല്ല കേട്ടോ. നമ്മുടെ കൂടെ നടന്ന് ശീലമാണെങ്കിൽ അങ്ങനെ ചെയ്യണം, എന്നാലേ അത് ശീലമായി വരുള്ളൂ കേട്ടോ. നമ്മളെ പർപ്പസ് ഇതിനെ കൊണ്ട് നടക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മുടെ കൂടെ നടത്തി ശീലിക്കണം. അതിപ്പോൾ ഇത്രയും ദിവസം ഒരു പണി എടുക്കാതെ ചുമ്മാ ഇരുന്നല്ല, അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ഷീണം ഉണ്ടാവും. ഇങ്ങനെ തന്നെയാണ് കുതിരയെ മെരുക്കി ഇണക്കി എടുക്കുന്നത് കേട്ടോ. അത് ഇങ്ങനെ കുതിരയെ പറ്റി അറിയുന്നവർക്ക് അറിയാം. എനിക്ക് അറിയില്ലായിരുന്നു, ഇപ്പം എനിക്കത് മനസ്സിലായി അങ്ങനെയാണ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നല്ലേ. എന്തായാലും അടുത്തൊരു നല്ല ക്യാമ്പിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, അപ്പോഴത്തേക്കൊന്ന് സൽമ സെറ്റായി വരട്ടെ.